വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് കണ്ടത് ബിഗ് ബോസിന്റെ ഒരു അടിപൊളി ടാസ്ക്. ആ ടാസ്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഉറങ്ങിക്കിടക്കുന്ന അങ്ങനെയല്ല, ഉറങ്ങിക്കിടക്കുന്ന ബിഗ് ബോസ് വീടിനെ ഉണർത്താൻ വേണ്ടി ബിഗ് ബോസ് തന്നെ കൊണ്ടുവന്ന ടാസ്ക്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നിന്നോളുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലാലേട്ടൻ വരുമ്പോഴും കളറാകും, ലാലേട്ടനും കുറച്ച് ടാസ്ക് കൊടുക്കും. അപ്പോൾ അടുത്ത ആഴ്ചക്കുള്ള എല്ലാം 2 ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാകും വോയിസ് മാത്രം, ബിഹൈൻഡ് ദ ക്യാമറയാണ്, ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും പറയില്ല എന്നാണ്. പക്ഷെ ബിഗ് ബോസിന്റെ ഒരു കട്ട ഫാനും കൂടെയാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ബിഗ് ബോസ് കാണാം. അപ്പോൾ ടാസ്ക് കൊടുത്തത് എല്ലാവരും അടികൂടാനുള്ളൊരു ടാസ്ക്. ക്യാമറന്റെ മുമ്പിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വരുന്നത് ആരാണ് എന്നുള്ള ടാസ്ക് ആയിരുന്നു. മോർണിംഗ് ടാസ്കിൽ തന്നെ ബിഗ് ബോസ് ഇങ്ങനെ ചൂട് പിടിപ്പിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരാണ് ക്യാമറയുടെ മുമ്പിൽ എന്ന് പറഞ്ഞതിനൊരു നല്ലൊരു ട്രിഗർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതാണ് ജാൻമണിയും ഗബ്രയും ഒരു തല്ല്. ജാൻമണി ഗബ്രനെ ഫേക്കും, ഗബ്ര ജാൻമണിനെ ഫേക്കും പറഞ്ഞു. ഫേക്ക് ആണ് എന്നുള്ള വാക്ക് കേട്ടതേ ഉള്ളൂ. ജാൻമണിക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞില്ല. ഞാൻ ഫേക്ക് അല്ല, ഞാനല്ല ഫേക്ക്, എന്നെ ഫേക്ക് എന്ന് പറയാൻ പാടില്ല. വെട്ടിലൊക്കെ ഇട്ട് തല്ലി ഭയങ്കര ഓവറാക്കി. ആണുങ്ങളോട് കളിക്കാം, പെണ്ണുങ്ങളോട് കളിക്കാം, എന്നോട് കളിക്കരുത്. സോ ഷീ ഇസ് ടോക്കിംഗ് അബൌട്ട് ഹെർ കമ്മ്യൂണിറ്റി വെച്ച് കളിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് നമ്മുടെ ഒരു അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എവ്രിവൺ ആർ ഈക്വൽ ഹിയർ. ദർ ഇസ് നോ മെയിൽ ഫീമെയിൽ ഓർ their community as well. അപ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. പുറത്തിറങ്ങി അവനെ നടക്കാൻ പറ്റാതാക്കും, അവന് ജീവിതം ഇല്ലാണ്ടാക്കും. അതൊക്കെ ഒരു ചെറിയ ഗെയിമും ഇതുമല്ലേ. അതിനൊരു ഫേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഫേക്ക് അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്ന് ജാൻമണിക്ക് അത്ര വിശ്വാസമുണ്ട്. പിന്നെ എന്തിനാണ് ഫീൽ ചെയ്യുന്നത്? ഫേക്ക് അല്ല എന്ന് നമുക്കറിഞ്ഞാൽ പോരെ. ഷീ ഷുഡ് നോട്ട് ഹാവ് സ്പോക്ക് അബൌട്ട് ഹെർ, ലൈക്ക് പുൾഡ് ഹെർ കമ്മ്യൂണിറ്റി ഇൻ ടു ദിസ് ഫൈറ്റ് എന്നാണ് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായത്. കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാകണം. എന്തൊക്കെയാ ശരിക്കുമുള്ളൊരു ടോക്ക് എന്നുള്ളതും കൂടെ നമുക്കറിയില്ല, ബിക്കോസ് ടെലികാസ്റ്റിലെല്ലാം കാണിക്കില്ലല്ലോ. അത് കഴിഞ്ഞതും ജിൻറ്റോ സ്മാർട്ടാണ് മച്ചാനെ, സ്മാർട്ടാണ്. ഇല്ലാത്ത ഒരു കഥ എങ്ങനെ പൊങ്ങി വരും, ഇങ്ങനെ എരിയണ തീയില് ഒഴിക്കുന്നുണ്ടായിരുന്നു എണ്ണ. ഇങ്ങനെ കൊളുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു ജാൻമണിക്ക് സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് നോക്കണു ഇവിടെ കിച്ചണിൽ അപ്സര ആകെ ഇന്നലെ നടന്ന കാര്യം നൂറ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ നൂറയ്ക്ക് കരയാനുള്ള സമയം മാത്രമേ ഉള്ള കുട്ടിയെ. അവിടെ പോയി കരയുമ്പോ ചിണ്ടോ നീ അങ്ങനെയല്ല മോളെ, നീ അങ്ങനെയല്ല, നീ എല്ലാം ചെയ്യുന്നുണ്ട്, നീ അങ്ങനെയല്ല. ഹോ ആരാ ഇത് പറയണേ, എന്താ ഇത് പറയണേ? വെറുതെ അല്ല കേട്ടോ. നമ്മുടെ രജിത് സാർ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻറ്റോ ഇസ് ഹിസ് സ്റ്റുഡൻറ്. അപ്പോൾ ജിൻറ്റോന് ഒരു 2 ആഴ്ച സമയം കൊടുത്താൽ മതി. ഹീസ് എ വെരി സ്മാർട്ട് പ്ലെയർ എന്ന്. ഇത്ര സ്മാർട്ടാണെന്ന് കരുതില്ല. ഇസ് വെരി വെരി സ്മാർട്ട്. നന്നായിട്ട് എവിടെ പിടിച്ചാൽ എവിടെ പൊട്ടും, എവിടെ കൊളുത്തിയാൽ എവിടെ കത്തും എന്നുള്ളതൊക്കെ നന്നായി അറിയുന്നുണ്ട്. അത് കഴിഞ്ഞതുമാണ് പവർ ടീം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറങ്ങുന്നവർക്ക് പണിഷ്മെന്റ് കൊടുത്തത് പ്രീവിയസ് പവർ ടീമാണ്. അപ്പൊ ഇവരങ്ങനെ റൂൾ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ എല്ലാവരും പവർ ടീമിനുള്ള കംപ്ലൈന്റും കൂടെ പറഞ്ഞു. പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായെന്നുള്ളതും നമുക്ക് ടെലികാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദെൻ നെക്സ്റ്റ് വാസ് ക്യാപ്റ്റൻസി ടാസ്കിൽ ഓൾറെഡി നോമിനേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അത് അപ്പോൾ ജാൻമണി എല്ലാവരുടെ അടുത്തും പ്ലീസ് ചെയ്തിട്ടാണോ നിന്നത്? ബിക്കോസ് നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരോടും പ്ലീസ് ചെയ്തിട്ട് നിന്ന് ക്യാപ്റ്റൻസി ടാസ്ക് മേടിക്കണം എന്നുള്ളത്. എന്തായാലും മേടിച്ച പോലെ ക്യാപ്റ്റണമായി കിട്ടി. വിശ്വസിക്കാൻ പറ്റുന്നല്ലോ എന്നൊക്കെയായിരുന്നു. അങ്ങനെ ജാൻമണി ക്യാപ്റ്റനായി. ഒരു ഇങ്ങനെ സ്ലൈഡിങ് ബോർഡിൽ ഇങ്ങനെ 3 പേരുടെ കാല് വെച്ച് ആരാണോ വീഴുന്നത് എന്നുള്ളത് ബാക്കിൽ നിന്ന് അത്ര പെട്ടെന്ന് വീഴില്ല എന്ന സ്ട്രാറ്റജിയുമായിട്ടാണ് ശ്രീതു കയറി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷീ സ്ലിപ്ഡ് ഓഫ്. നൂറ നന്നായി കളിച്ചു, കാല് പെട്ടെന്ന് പുറത്ത് വന്നു. അപ്പൊ അതും പോയി കിട്ടി. അത് കഴിഞ്ഞതും ജിൻറ്റോ എല്ലാവർക്കും എക്സസൈസും എന്താ പറയുക ഡിഫെൻസ് ഒക്കെ പഠിപ്പിച്ചോളൂ. ഇങ്ങനെ വെച്ചാൽ ഒടിയും എന്നൊക്കെ പറഞ്ഞ് ഡിഫെൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതും ജയിൽ നോമിനേഷൻ. സോ പവർ ടീം 2 പേരും കൂടെ ചേർന്ന് എടുത്ത ഡെസിഷൻ ഗബ്രി
ബാക്കിയുള്ള എല്ലാവരും കൂടെ എടുത്ത ഡിസിഷൻ ജാസ്മിൻ രണ്ടിനെയും കൂടെ അയച്ചാൽ പിന്നെ രണ്ടുപേർക്കും കുഴപ്പമില്ലല്ലോ, എന്നാലും രണ്ടിനെയും കൂടെ ജയിലിൽ അയച്ചിട്ടുണ്ട്. ജയിലിനും ഒരു നല്ലൊരു സുഖമായിരുന്നു. ചപ്പാത്തി വറുത്ത് എല്ലാവർക്കും കൊടുത്ത് പിന്നെ അവരിരുന്ന് കഴിച്ച് അതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഹോപ്പ് സോ ദിസ് വിൽ ഗോ ഗുഡ്. എന്താ ഈ സീസൺ ഇപ്പം ഇങ്ങനെ ബിഗ് ബോസ് എന്താ ടാസ്ക് കൊടുക്കാത്ത? ബിഗ് ബോസ് ഇവർക്ക് ഈ ടാസ്ക് കൊടുത്താലല്ലേ ഒരു ഇതുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുക്ക് ചെയ്തില്ല, കട്ട് ചെയ്തില്ല, അടിച്ചില്ല, തുടച്ചില്ല, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ടാസ്ക്, ഒരു ചൂട് പിടിക്കുന്ന ടാസ്ക്, നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ടാസ്ക്, ഒരു ദിവസം 2-3 ടാസ്ക് കൊടുക്കുമ്പോഴല്ലേ ഒരു മത്സര ബുദ്ധിയും എല്ലാം ഒന്നും ഉണ്ടാവുള്ളൂ. പിന്നെ എപ്പോഴും എന്തിനാ എല്ലാവരും ഒരേ ടീമിൽ ഒരേ കംഫർട്ട് സോണായിരിക്കുന്നത്? എല്ലാവരെയും ഷഫിൾ ചെയ്യണമല്ലോ, അപ്പോഴല്ലേ എല്ലാവരുമായിട്ടൊരു ഒരു കണക്ഷൻ ഉണ്ടാവുള്ളൂ. എല്ലാവരും മനസ്സിലാക്കാനും എല്ലാവരെ കുറിച്ച് അറിയാനും എല്ലാവരും കൂടെ ഇരിക്കാനുമാണ് പൊരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സെറ്റായി. ഇപ്പോൾ ഈ റൂമിലുള്ളവർ ഈ റൂം, അങ്ങനെ ഈ റൂമിലിരുന്ന് ഇങ്ങനെ ഗോസിപ്സ് ബിക്കോസ് വേറെ എവിടെയും പോയി ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോസിപ്പും അങ്ങനെ അവർ തന്നെ ഒരു ഗ്യാങ്ങായി മാറിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും നമ്മുടെ സംഭവങ്ങളൊക്കെ പറയുമായിരിക്കും. സിജോൻ എന്തായി എന്നുള്ളത് ഇൻഫർമേഷൻ ഇനിയും കിട്ടിയിട്ടില്ല. ആൻഡ് ജാൻമണിയുടെ ആക്ടിനെ കുറിച്ചിട്ടും ലാലേട്ടൻ എന്തായാലും എടുത്ത് പറയണം, ബിക്കോസ് ഷീ spoke about her community, which is not right in this big platform. അപ്പോൾ ലാലേട്ടൻ എന്തായാലും ചോദിക്കണേ. So let's see how it goes. So keep watching Big Boss Malayalam season 6. Disney Plus Hotstar. Oh, cut.